മയക്കുമരുന്ന് മാഫിയയെയും ലഹരി ഉപയോഗിക്കുന്നവരെയും ഭയക്കേണ്ട കാലമാണിത്. ലഹരി ഉള്ളിൽ ചെന്നാൽ അവർക്ക് പോലീസിനെയും എക്സൈസിനെയും പോലും പേടിയില്ല. പത്തനംതിട്ടയിൽ ലഹരി കേസ് പ്രതികൾ എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കുമ്പഴയിലാണ് ലഹരി വിൽപ്പനയ്ക്കിടെ പിടികൂടാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായത്. സിവിൽ എക്സൈസ് ഓഫീസർ ആനന്ദിന്റെ കാലിലൂടെ കാർ കയറ്റിയിറക്കുകയായിരുന്നു. കേസിലെ പ്രതികളായ പത്തനംതിട്ട സ്വദേശി ആസിഫ്, കണ്ണങ്കര സ്വദേശി നസീബ് എന്നിവരെ പിന്നീട് പോലീസ് പിടികൂടി. പരിക്കേറ്റ സിവിൽ എക്സൈസ് ഓഫീസർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഞ്ചാവ് കടത്തുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം പത്തനംതിട്ട കുമ്പഴയിൽ വാഹന പരിശോധന നടത്തിയത്. ഇതിനിടയിലാണ് കഞ്ചാവുമായി കാറിലെത്തിയ സംഘം പരിശോധന നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥനായ ആനന്ദിനെ കാറടിച്ച് വീഴ്ത്തിയത്. തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ പമ്പയിൽ നിന്നാണ് പത്തനംതിട്ട പോലീസ് പിടികൂടിയത്. പത്തനംതിട്ട സ്വദേശി നസീബ് സുലൈമാൻ, ആസിഫ് എന്നിവരാണ് പിടിയിലായത്. തിങ്കളാഴ്ച രാത്രി ബൈക്കിലെത്തിയ പ്രതികൾ രണ്ടുപേർക്ക് കഞ്ചാവ് പൊതികൾ കൈമാറാൻ ശ്രമിക്കുമ്പോഴാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ഇതോടെ ഒരു പ്രതി ഓടി മാറി. ബൈക്കിൽ വന്നവരും രക്ഷപ്പെട്ടു. കഞ്ചാവുമായി വന്ന നസീബ കാർ വെട്ടിച്ചെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥൻ ആനന്ദിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ശരീരത്തിൽ കാർ കയറ്റി കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ആനന്ദ് ഉരുണ്ടുമാറിയതുകൊണ്ട് രക്ഷപ്പെട്ടു. പത്തനംതിട്ട സ്വദേശിയായ നസീബ് മുൻപും നിരവധി കഞ്ചാവ് കേസുകളിലെ പ്രതിയാണ്. മുൻപും ഇയാളുടെ വീട്ടിൽ നിന്നടക്കം കഞ്ചാവ് പിടികൂടിയിരുന്നു. വധശ്രമത്തിനാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. കഞ്ചാവ് കിട്ടിയ വഴിയും ഏറ്റെടുക്കാൻ വന്നവരെക്കുറിച്ചും പത്തനംതിട്ട പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.